Hi, hello, welcome back to our channel. അപ്പോൾ ഇന്ന് നമുക്കൊരു ചൈനീസ് ഡിഷ് ഉണ്ടാക്കിയാലോ. നമുക്കിന്ന് കുംബാവ് ചിക്കൻ ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ബോൺലെസ് ചിക്കൻ, ജിഞ്ചർ, ഗാർലിക്, സ്പ്രിംഗ് ഓണിയൻസ്, കുക്കുംബർ, ഡ്രൈഡ് ചില്ലി, എഗ്, പീനട്സ്, ഡാർക്ക് സോയ സോസ്, ലൈറ്റ് സോയ സോസ്, വിനെഗർ ആൻഡ് കോൺഫ്ലവർ. ഓയസ്റ്റർ സോസ് യൂസ് ചെയ്യാം, അത് ഓപ്ഷണൽ ആണ്. അപ്പൊ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 1/2 kg ബോൺലെസ് ചിക്കൻ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതിലോട്ട് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 tablespoon വിനീഗർ, 2 tablespoon ലൈറ്റ് സോയ സോസ്, 1 tablespoon ഡാർക്ക് സോയ സോസ്, ഒരു എഗ് വൈറ്റ്, അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിനുള്ള സോസ് പ്രിപ്പയർ ചെയ്യാം. 2 tablespoon vinegar, 1 tablespoon light soy sauce, 1 tablespoon dark soy sauce, 3/4 teaspoon cornflour, ഒരു 1/4 cup വെള്ളം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ ചിക്കനും സോസും ഇവിടെ റെഡിയാണ്. ചിക്കൻ മാരിനേറ്റ് ആവാൻ ഒരു 1/2 hour എങ്കിലും വെക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണൽ ആയിട്ട് ഓയിസ്റ്റർ സോസ് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനിലേക്ക് 1 tablespoon അതേപോലെ നമ്മുടെ സോസിലേക്ക് 1/2 tablespoon ഓയിസ്റ്റർ സോസും ആഡ് ചെയ്യാവുന്നതാണ്. ഈ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ റൈസ് റെഡിയാക്കാം. നമ്മൾ ബസ്മതി റൈസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. റൈസ് നമ്മൾ ഊറ്റി കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലോട്ട് നമുക്ക് ഇച്ചിരി ഉള്ളിയിലയും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാം. നമ്മൾ ഓൾറെഡി ഇപ്പൊ 1/2 hour ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിനകത്തോട്ട് ഇച്ചിരി ഓയിൽ ആഡ് ചെയ്യാം. സൺഫ്ലവറോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓയിൽ നല്ല ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് അങ്ങോട്ട് ആഡ് ചെയ്യാം. ഒരു ഇച്ചിരി കഴിഞ്ഞിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ചിക്കൻ പൊടിഞ്ഞു പോവും. നമ്മുടെ ചിക്കൻ ഒരു ഹാഫ് കുക്ക്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് മാറ്റാം. ആ സെയിം പാനിലോട്ട് ഒരു ഇച്ചിരിയും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ചെറുതായി കട്ട് ചെയ്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ 3-4 വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എരി അനുസരിച്ച് വേണം വറ്റൽ മുളക് ഇടാൻ. നിങ്ങളുടെ കയ്യിലുള്ള വറ്റൽ മുളകിന് എരി കുറവാണെങ്കിൽ കുറച്ചുകൂടെ യൂസ് ചെയ്യാം. അപ്പൊ അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മുളകിന്റെ മണം വന്ന് തുടങ്ങുമ്പോഴത്തേന് നമുക്ക് ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയില നമുക്ക് പകുതി ഭാഗം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന സോസ് നല്ലപോലെ ഒന്ന് ഇളക്കി ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പാത്രം അടച്ചു വെച്ച് കുറച്ചു നേരം ചിക്കൻ കുക്ക് ചെയ്യാം. ചിക്കൻ കുക്ക് ആയതിനു ശേഷം മീഡിയം സൈസ് കുക്കുംബർ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ എടുത്തേക്കുന്നത് ബെസ്റ്റിന്റെ സോൾട്ടഡ് പീനട്സ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും നേരം നമ്മൾ കറിക്കകത്ത് ഉപ്പ് ആഡ് ചെയ്യാഞ്ഞത്. നിങ്ങൾ നോർമൽ പീനട്സ് ആണ് എടുക്കുന്നെങ്കിൽ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യണം. അപ്പൊ നമുക്കിനി ഈ പീനട്സ് ലാസ്റ്റിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ബാക്കി ഇരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻസ് കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ഇളക്കി ഇത് ഫ്ലെയിമിൽ നിന്ന് എടുക്കാം. അങ്ങനെ നമ്മുടെ കുംബാവ് ചിക്കൻ റെഡി. അപ്പൊ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഈ കുംബാവ് ചിക്കന്റെ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.